നമസ്കാരം. ഈ വർഷം ജനുവരി മാസത്തിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏറ്റതിന് ശേഷം പതിനായിരക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരെയാണ് നാട് കടത്തിയത്. ഇവരിൽ പലരും കൊടും കുറ്റവാളികളാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകളും സൂചിപ്പിക്കുന്നത്. 100 ദിവസം കൊണ്ട് ട്രംപ് ഭരണകൂടം നാട് കടത്തിയത് 65,000-ലധികം അനധികൃത കുടിയേറ്റക്കാരെയാണ്. അതിഭീകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണ് ഇവരിൽ പലരും. കൊലപാതകികളുണ്ട്, ബലാത്സംഗക്കാരുണ്ട്, അതുപോലെ തട്ടിപ്പുകാരുണ്ട്. ഇങ്ങനെ നിരവധി പേരാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലെത്തി അവിടെ സുഖമായി ജീവിച്ചിരുന്നത്. ജോ ബൈഡൻ്റെ ഭരണകാലത്ത് ഇവർക്കെല്ലാം തന്നെ വലിയ തോതിലുള്ള ഇളവുകൾ അനുവദിച്ചിരുന്നു. ഈ ഇളവുകൾ പരമാവധി മുതലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും അമേരിക്കയിലേക്ക് കയറിപ്പറ്റി ഇത്തരത്തിലുള്ള തട്ടിപ്പും കൊലപാതകങ്ങളുമൊക്കെ നടത്തി അവിടെ സുഖകരമായി ജീവിച്ചത്. ഏതായാലും ഇവരെല്ലാവരും ചേർന്ന് അമേരിക്കയെ മുതലെടുക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു കാരണവശാലും ഇത് അനുവദിക്കുകയില്ല എന്നാണ് അവരുടെ നിലപാട്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അമേരിക്കയിൽ വന്ന് ജോലി ചെയ്യാനോ താമസിക്കാനോ ഒക്കെ തന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. എന്നാൽ അവർ നിയമപരമായ രീതിയിൽ എല്ലാ അനുമതിയും വാങ്ങിയതിന് ശേഷമായിരിക്കണം അമേരിക്കയിൽ ഇനി മുതൽ താമസിക്കേണ്ടത് എന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പല രാജ്യങ്ങളിലെയും പിടികിട്ടാപ്പുള്ളികളും കൊലപാതകങ്ങളുമൊക്കെ ആയിട്ടുള്ള ആളുകളാണ് അമേരിക്കയിലെത്തി അവിടെയും അവരുടെ അധോലോക പ്രവർത്തനങ്ങളുമായി യഥേഷ്ടം ജീവിച്ചത്. ഇവരുടെ കണക്കും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നാട് കടത്തപ്പെട്ടവരിൽ 498 പേർ കൊലപാതകികളാണ്. 1329 പേർ ബലാത്സംഗ കേസുകൾ പ്രതിയായവരാണ്. 2288 പേർ അധോലോകക്കാരാണ്. 7120 പേർ തട്ടിപ്പുകാരാണ്. ഈ തട്ടിപ്പുകാരാണ് ഏറ്റവും അധികം ഉള്ളത്. ഇവരിൽ പലരും ഈ തട്ടിപ്പ് വിവാഹം വരെ നടത്തി അവിടെ ജീവിച്ചവരാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് അമേരിക്കയിലെത്തിയതിന് ശേഷം ചില സ്ത്രീകളുമായി രേഖകളിൽ മാത്രം വിവാഹം നടത്തി അവിടുത്തെ പൗരത്വം നേടാനും മറ്റ് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ ശ്രമിച്ച ധാരാളം പേരുണ്ട്. ഏതാണ്ട് 4000-ഓളം സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ അമേരിക്കൻ സർക്കാരും പോലീസും ഒക്കെ തന്നെ പരിശോധിച്ചിരുന്നു. ഇതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പുകാരെ വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതിന് 2 ആഴ്ചയ്ക്കകം തന്നെ ഏതാണ്ട് 6000-ലധികം അത്ര അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തിയിരുന്നു. ഇവരിൽ ഭൂരിപക്ഷം പേരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായിരുന്നു എന്നാണ് അന്ന് വെളിപ്പെടുത്തിയിരുന്നത്. ഈ അനധികൃതമായി നാട് കടത്തുന്നവരെയൊക്കെ തന്നെ കയ്യിലും കാലിലും ചങ്ങല അണിയിച്ച് കൊണ്ടുപോകുന്നതിനെതിരെ വ്യാപകമായ തോതിലുള്ള പ്രതിഷേധം ഉയർന്നത് പല രാജ്യങ്ങളും അതുപോലെ മനുഷ്യാവകാശ സംഘടനകളുമൊക്കെ ഇത് ശരിയായ രീതിയല്ല എന്ന പേരിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇതൊന്നും തന്നെ കണക്കെടുക്കാതെ തൻ്റെ കർശന നടപടികളുമായി തന്നെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ ഒരു കാരണവശാലും അമേരിക്കയിൽ താമസിക്കാൻ അനുവദിക്കേണ്ടതില്ല എന്നാണ് ട്രംപിൻ്റെ നിലപാട്. പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് കടന്നു കയറിയ ഇത്തരം കുറ്റവാളികൾ അമേരിക്കയിലും വ്യാപകമായ തോതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ എത്ര വേഗം പിടികൂടി നാട് കടത്തുക എന്നുള്ളത് അമേരിക്കയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ സുരക്ഷിതത്വം കൂടി ഉറപ്പുവരുത്തുന്നതിനാണ് എന്നാണ് നേരത്തെ വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നത്.